ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് ബാറോസ് എന്ന സിനിമയുടെ നമ്മുടെ ലാലേട്ടന്റെ ആദ്യത്തെ സംവിധാന സംരംഭമായ ബാറോസ് ഗാർഡിയൻ ഓഫ് ട്രഷർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. നമ്മുടെ ലാലേട്ടന്റെ ആദ്യത്തെ പടം ഒരു ഫാന്റസി മൂവിയാണ്. ഫാന്റസി, ഒരു മിസ്റ്ററി ഫാന്റസി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ലാലേട്ടന്റെ ഫസ്റ്റ് എന്താ പറയുക സംവിധാന സംരംഭം എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് പറയുന്നത് ഇത് കുട്ടികൾക്ക് വേണ്ടി എടുത്ത സിനിമയാണ്, മുതിർന്നവർക്കൊന്നും വലിയൊരു ലൈക്കാവാൻ ചാൻസ് ഇല്ല എന്നുള്ളൊരു കാര്യം പറയുന്നു. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഒരു നാടകം ഫീലാണ് തോന്നുന്നത്. ഒരു നാടകം കാണുന്ന ഫീലാണ് ഈ സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നിയത്. 2.5 മണിക്കൂറിൻ്റെ സിനിമയുടെ ദൈർഘ്യം വരുന്നത്. ശരിക്കും പറയാണെങ്കിൽ ഒരേ മ്യൂസിക് ഇങ്ങനെ ഒരേ ടൈപ്പ്, ഒരേ മ്യൂസിക്, ഒരേ ലെവലിലുള്ള മ്യൂസിക് ഇങ്ങനെ എന്തിനും, ഫൈറ്റിനാണെങ്കിലും എന്തിനും ഒരേ ലെവലിലുള്ള മ്യൂസിക് ഇട്ട് ഇങ്ങനെ കൊണ്ടുപോയിരുന്നു. ഒരേ ലെങ്ത്തിൽ, ഒരേ ലൈനിൽ. അതിലൊരു മുകളിലോട്ട് താഴോട്ടൊരു സംഭവങ്ങളും ഇല്ല എന്നുള്ളതാണ്. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്തെങ്കിലും ഒന്ന് നന്നാക്കിയിരുന്നെങ്കിൽ, കുറച്ചുകൂടി ഒന്ന് സെറ്റാക്കിയിരുന്നെങ്കിൽ കുറേയൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു എനിക്ക് തോന്നുന്നു. എനിക്ക് ഈ സിനിമ ടോട്ടലി എന്താ പറയുക, എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല ഈ സിനിമ എന്നുള്ളതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുമോ എന്നുള്ളത് കണ്ടറിഞ്ഞ് കാണാം. ക്രിസ്മസിന് ഒരു എന്താ പറയുക, ഒരു ഫെസ്റ്റിവൽ മോഡൽ പടമാണ്. എല്ലാവരും ഈ ഫെസ്റ്റിവൽ സീസണിലൊക്കെ ഒരു ഫെസ്റ്റിവൽ മോഡൽ സിനിമകളാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുപോലെ തിയേറ്ററിൽ പോയി ആർത്ത് ചിരിച്ച് ഉല്ലസിച്ച് ഒരു ഭൂതത്തിൻ്റെ പടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരിക നമ്മുടെ മമ്മൂക്കയുടെ പട്ടണത്തിൽ ഭൂതമായിരുന്നു. ഇതിൽ തിയേറ്ററിൽ ആരെങ്കിലും വിളിച്ചു വരുന്ന കേട്ടെങ്കിൽ ഇതിലും ഭേദം പട്ടണത്തിൽ ഭൂതമായിരുന്നു ഒക്കെ വിളിച്ചു വരുന്ന കേട്ടെങ്കിൽ. സത്യം പറയുന്നത് പട്ടണത്തിൽ ഭൂതത്തിൽ കുറച്ച് ചിരിക്കാനെങ്കിലും ഉണ്ട്, കുട്ടികൾക്ക് കുറേ ചിരിക്കാനും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനത്തെ ഒരു സംഭവം പോലും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള സംഭവമൊന്നും എനിക്ക് അങ്ങോട്ട് ഫീൽ ആയില്ല എന്നുള്ളതാണ്. എന്നാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. ജിജോ പുന്നൂസിൻ്റെ നോവലായ ബാറോസ് ഗാർഡിയൻ ഓഫ് ഡി ഗാമാസ് ട്രഷർ എന്ന് പറഞ്ഞ ആ ഒരു നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ എടുത്തിട്ടുള്ളത്. സംവിധാനം ചെയ്ത നമ്മുടെ ലാലേട്ടനാണ്. ഇതിലെനിക്ക് എടുത്തു പറയാനുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്ന് ചോദിക്കാൽ 3D വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ സൈസ് ആ ഒരു ഫുൾ സ്ക്രീൻ ഇല്ല. ആ ഒരു തിയേറ്ററിൽ ആ ഫുൾ സ്ക്രീൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതൊരു എന്താ പറയുക, ഒരു പോരായ്മയായിട്ട് തോന്നി. ഫുൾ സ്ക്രീൻ ആണെങ്കിൽ കുറച്ചുകൂടി രസമാണ് സിനിമ കാണാൻ. ഇത് ഫുൾ സ്ക്രീൻ ഇല്ല. അതുകൊണ്ട് തന്നെ കുറച്ചൊരു നമ്മുടെ ആസ്വാദനത്തെ ബാധിക്കുന്ന രീതിയിലാണ് എനിക്ക് ആ ഒരു സംഭവം തോന്നിയിട്ടുള്ളത്. ടോട്ടലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ വൈഫുണ്ടായിരുന്ന കൂടെ. ഇപ്പോൾ ക്രിസ്മസ് ലീവൊക്കെ ആണല്ലോ, അതുകൊണ്ട് സിനിമയ്ക്കൊന്നും പോകാത്ത ആളാണ്. അപ്പോൾ അവർക്കും എൻ്റെ സെയിം ഒപ്പീനിയൻ തന്നെയാണ്. അവൾക്കും ഒരു എന്താ പറയുക, ഇഷ്ടപ്പെട്ടിട്ടില്ല. കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ സിനിമ കാണുക. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് പറയാം. എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.